താങ്ക് യു ടു ഓൾ ദ ഓഡിയൻസ് ഓഫ് കേരള. ഇവിടെ എല്ലാ വെറൈറ്റിയുടെ പടം ഇവിടെ അക്സെപ്റ്റൻസ് ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ നന്നായിട്ട് ചെയ്യണം. സോ ഇവിടെ മഞ്ജുമൽ ബോയ്സ് ഹിറ്റാണ്, ഇവിടെ ആവേശം ഹിറ്റാണ്, പ്രേമാലു ഹിറ്റാണ്, ബ്രഹ്മയുഗത്തിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് ഹിറ്റാണ്. പക്ഷേ ഇപ്പോൾ ഒരു മാസ് പടം വന്നിട്ടുണ്ട്. അതാണ് നമ്മളുടെ പ്രോമിസ്, ഒരു എൻ്റർടൈനറാണ്. സോ ദ അക്സെപ്റ്റൻസ് ആൻഡ് ദ ബുക്കിംഗ്സ് ദാറ്റ് മേക്സ് അസ് വെരി ഹാപ്പി ആസ് എ ടീം. ആൻഡ് താങ്ക് യു കേരള. ആ അയ്യോ, സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല ഞാൻ, സോറി, ഞാൻ ഒരു ആക്ടറാണ്. കുറച്ചും കൂടി ഇൻറ്റിമിഡേറ്റിംഗ്. എന്താ വെച്ചാൽ അത്ര വലിയ ഒരു അവരെനിക്ക് യൂണിവേഴ്സിറ്റിയുടെ പോലെ, ഞാൻ ഒരു സ്റ്റുഡൻറ്റ് അത്ര മാത്രമേ ഉള്ളൂ. അത്ര വലിയ യൂണിവേഴ്സിറ്റി പോലെ പോയിട്ട് അതേ ഒരു ഫസ്റ്റ് ഡയലോഗിൽ അവരുടെ ഇവിടെ കൈവച്ചിട്ടാണ് എൻ്റെ ഡയലോഗ് സീക്വൻസ്. ദാറ്റ് വാസ് ദ ഡയലോഗ് സീക്വൻസ് ഐ ഹാഡ്. അപ്പോൾ എനിക്ക് പേടിയാണ്, എങ്ങനെ തൊട്ടാൽ എന്താവും എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അതിൻ്റെ ശേഷം ഞാൻ ഡയറക്ടറുടെ കൂടെ ചോദിച്ചു, ഇപ്പോൾ ഇങ്ങനെയുള്ള സീൻ ചെയ്താൽ കേരളത്തിലെ ആൾക്കാർ എൻ്റെ അടിക്കില്ല എന്നെ, പീപ്പിൾ വോണ്ട് ഹിറ്റ് മീ, നോ, ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഐ ആസ്ക്ഡ്. പക്ഷേ മമ്മൂട്ടി സാർ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ദ വേ ഹി പെർഫോംസ്, ദ വേ ഹി ബ്രിങ്സ് ഡിഫറെൻറ്റ് ക്യാരക്ടർ ടു ദ ടേബിൾ. പിന്നെ അതിന് ശേഷം ഒരു വളരെ കംഫർട്ടിങ് കോ ആക്ടറാണ്, കോ സ്റ്റാറാണ്. അവർ ഒന്നും സെറ്റിൽ ഇൻറ്റിമിഡേറ്റ് ചെയ്യില്ല, ഹി കംഫർട്ട്സ് യു. അപ്പോൾ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ ക്യാൻ ആക്ച്വലി പെർഫോം ദ വേ ഐ കുഡ്, ബിക്കോസ് ഹി ഈസ് നോട്ട് ഇൻറ്റിമിഡേറ്റിംഗ്, ഹി ഈസ് വെരി കംഫർട്ടിങ്. അതെ അതെ. അവിടെ കർണാടകത്തിലാ? എൻ്റെ ഉത്തരവാദിത്വം കുറച്ചും കൂടി കുറവല്ലേ, മമ്മൂട്ടി സാറുണ്ട്, ഞാൻ എന്തിനാ ഉത്തരവാദിത്വം എടുക്കുന്നു. സോ ഐ വാസ് വെരി റിലാക്സ്ഡ്. അതുമാത്രമല്ല, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഡയറക്ടറാണ് വൈശാഖ് സാർ. ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു നല്ല ഡയറക്ടറാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി, ഈ ആൾക്ക് അറിയോ എന്താ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് അറിയോ. സോ ഐ ഡോണ്ട് നീഡ് ടു ടേക്ക് എനി റെസ്പോൺസിബിലിറ്റി. ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, കട്ട് ചെയ്യണ്ട. ചേട്ടാ